നമുക്കിന്നൊരു സൺഡേ കണ്ടാലോ? ഞങ്ങളങ്ങനെ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മീനു പറഞ്ഞത് നമുക്ക് കരുമാടിക്കുട്ടൻ്റെ അടുത്ത് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കരുമാടിക്കുട്ടൻ്റെ അവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. മീനു വേറെ ആരുമല്ല, എൻ്റെ അനിയത്തിയാണേ. അവളുമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു മതി ചേച്ചി പോകാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതിവ് പോലെ മാമൻ്റെ വീട്ടിൽ പോയി. മാമൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ചിറ്റൻ നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ്, നല്ല ഐസിട്ട് തണ്ണിമത്തൻ ജ്യൂസ് തന്നു. അങ്ങനെ മാമനെ വീഡിയോ ഒക്കെ എടുത്ത് ചിറ്റ മാമന് കൊണ്ട് ജ്യൂസൊക്കെ കൊടുത്ത് നമ്മൾ വെളിയിൽ മാങ്ങ പറിക്കാൻ ഇറങ്ങി. മാമൻ ക്യാച്ച് പിടിച്ച് ഇതൊക്കെ എന്ത്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മാമൻ പറഞ്ഞു നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറി കുറേ കിട്ടുമെന്ന് പറഞ്ഞു. ഇതാണ് കിളിച്ചുണ്ട മാങ്ങ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുകളിൽ കയറി, അതിൻ്റെ മുകളിൽ കയറിയാണ് മാങ്ങ പറിച്ചത്. ഞാൻ നിൽക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് മാമനുമായിട്ട് സെൽഫിയൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് ട്രോഫി തരുന്ന പോലാണ് എനിക്ക് മാങ്ങ തന്നത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അമ്മ നല്ല തണുത്ത നാരങ്ങാളം തന്നു. അതും കുടിച്ച് പിന്നെ അമ്മയായിട്ട് കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരക്കുട്ടനെ കാണാനായിട്ട് പോയി. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പേരമ്മയുടെ വീട്.